ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ലൈഫ് ബൈ നാനയുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊല്ലങ്കോട് സീതാർകുണ്ടിലേക്ക് പോയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ കസിൻസും പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് 2 കാറിലായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്കാട് കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു സ്ഥലം, സീതാർകുണ്ട്. പിന്നെ അവിടെ തന്നെ നമ്മുടെ ചെല്ലപ്പഞ്ചാൻ്റെ ചായക്കട വൈറലായിട്ടുള്ള അല്ലേ, അവിടെയൊക്കെ ഞങ്ങൾ കണ്ടു. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നൈറ്റ് കണ്ണിട്ടും അടിപൊളി നമുക്ക് പകൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുതിരാൻ്റെ ചുരം ഇതുവഴിയാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്, ടണൽ വഴി. അപ്പോൾ അത് വഴി പോയി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലെടുത്തപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാലക്കാട് ഏരിയ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ, കുറേയേറെ മലകളും താഴ്വരകളും കുറേയേറെ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നൈറ്റായി അവിടെ എത്തിയപ്പോൾ. അപ്പോൾ അവിടെ ചിങ്ങവനം എന്ന് പറഞ്ഞിട്ട് അവിടെ കോഴീനെ വെട്ടണം ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളോട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മളിതാ സീതാർകുണ്ടിലെത്തി. അപ്പോൾ അങ്ങനെ പോണ വഴിയിലൊക്കെ ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഒരു പാടത്താണ്. പക്ഷെ നമുക്ക് ആ ലൈറ്റിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് പല സെൽഫി എടുക്കാം ഇതൊക്കെ. പക്ഷെ അത് നാച്ചുറലി ശരിക്കും ഇത് കാണുന്നത് നമുക്ക് പകൽ വെളിച്ചത്ത് കാണാനാണ് അടിപൊളി എന്ന് പറയണേ. നമുക്ക് അവിടെ നിന്നിട്ട് എല്ലാവരും സെൽഫി എടുക്കലും അതിൻ്റെ ഉള്ളിൽ കുറേയേറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തോ പാസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു പണ്ടത്തെ ആ ഒരു വൈബ് ഉണ്ടല്ലോ, കുറേ ചെടികളും അതൊക്കെ കാണുമ്പോൾ ആ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലൈറ്റുകൾ ഇട്ടണം. അപ്പോൾ നമുക്കിങ്ങനെ ഫ്രെയിം പോലെ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സീനറിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നല്ല സീനറി. പക്ഷെ നമുക്ക് രാത്രി കാണാനായിട്ട് സൂപ്പർ ഇതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഐ ലവ് കൊല്ലങ്കോട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളിങ്ങനെ വീഡിയോ എടുത്തൊക്കെ ഫോട്ടോ എടുത്ത് എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അടിപൊളി ഒരു ട്രിപ്പ് തന്നെയായിരുന്നു. പക്ഷെ ഞാനത് പെട്ടെന്ന് ഞങ്ങളെടുത്തത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ടൂറായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. എന്തായാലും നിങ്ങളും പോയി നോക്കണം ഇതേപോലെ. സൂപ്പറാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. നമ്മുടെ കണ്ണിനും മനസ്സിനൊക്കെ കുളിർമയേകുന്ന പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും പാലക്കാട് പോകുമ്പോൾ നിങ്ങൾ കൊല്ലങ്കോട് പോയിട്ട് ഈ ഒരു സ്ഥലം കണ്ടേ പറ്റും. അപ്പോൾ ഇത് റിട്ടേൺ നമ്മളിത് തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്, വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചേച്ചിയും ചേച്ചിയുടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കാണാനായിട്ട് കുറേയേറെ എന്താ പറയുക സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് കൂടുതലും ലൈറ്റ് അറേഞ്ച്മെൻറ്റിനായിട്ടും കൂടുതൽ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന സ്ഥലങ്ങളായിരുന്നു. ആളുകൾ കുറേ വരുന്നുണ്ട് കേട്ടോ. കുറേ പേര് ഇങ്ങനെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനത്തെ സ്റ്റാച്യൂസൊക്കെ കുറേ ഉണ്ട് കേട്ടോ. എലിഫൻറ്റിൻ്റെ സ്റ്റാച്യൂസ്, അതേപോലെ ഏറുമാടത്തിനുള്ളിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിന് മുകളിൽ നിന്നിട്ട് ഭയങ്കര കാണാനുള്ള ആ വ്യൂസൊക്കെ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ പകലിനായിട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു രാത്രി. പകൽ ഭയങ്കര വെയിലായിരിക്കും കേട്ടോ. പക്ഷെ രാത്രി നല്ല വൈബാണ്. അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ പോയി ചായയൊക്കെ കുടിച്ച് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു പാടത്ത് നമ്മൾ ഇങ്ങനെ കറ്റ കൊയ്യിലൊക്കെ ഉണ്ടല്ലോ, ആ കറ്റ കൊയ്യലത്തെ അതൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം.